കളമശ്ശേരി കൈപ്പട മുകളിലെ മാർത്തോമ ഭവൻ്റെ ചുറ്റുമതിൽ തകർത്ത് അതിക്രമിച്ച് അകത്ത് കയറി റെഡിമെയ്ഡ് കെട്ടിടങ്ങൾ സ്ഥാപിച്ച് അവിടെ കയ്യേറ്റം നടത്തിയ 4 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തൃക്കാക്കര മുണ്ടമ്പലം പുക്കാട്ട് പനയപ്പള്ളി വീട്ടിൽ അബ്ദുൾ മജീദ് 56 വയസ്സ്, കളമശ്ശേരി ശാന്തിനഗറിന് സമീപം നീറുങ്കൽ വീട്ടിൽ ഹനീഫ 53 വയസ്സ്, ചാവക്കാട് അകലാട് അട്ടൂരയിൽ വീട്ടിൽ ജംഷീർ 22 വയസ്സ്, കാസർഗോഡ് കുമ്പളം കടപ്പുറം ഹൈദർ മനസിൽ പെരുമാട് ഹൈദരലി 29 വയസ്സ് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇവർ സ്വമേധയാ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 45 വർഷമായി നിലനിൽക്കുന്ന 7 അടി ഉയരവും 100 മീറ്ററോളം നീളവുമുള്ള ദൈവവചനം എഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിലുള്ള പൈപ്പുകളും CCTV ക്യാമറകളുമാണ് അതിക്രമിച്ച് കയറിയവർ തകർത്തത്. 10ഓളം സന്യാസിനിമാർ താമസിക്കുന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതികൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന് പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഈ പ്രതികൾ 4 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. 30ഓളം ആൾക്കാർ ഇനിയും പിടിയിലാകാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ മതിൽ തകർക്കുവാനായി എത്തിയ ആളുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്ന്. ഇവർ സെപ്റ്റംബർ 4-ന് പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ആശ്രമത്തിൻ്റെ സന്യാസിനിമാർ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഈ മതിൽ തകർക്കുന്നത്.